നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോയിലെ അതിസുന്ദരിയായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ പേരാണ് ദിവ്യ. ദിവ്യയ്ക്ക് വെറും 23 വയസ്സാണ് പ്രായം. 100 പവൻ സ്വർണം, ഒരു കാറ്, 30 ലക്ഷം രൂപ, 1 കിലോ വെള്ളി, ഇവയെല്ലാം തന്നെ സ്ത്രീധനമായി കൊടുത്ത് ഈ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് അയക്കുകയാണ്. ഇത്രയും പണവും സ്വർണമൊക്കെ ആയിട്ട് ദിവ്യ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ആ സമയത്ത് ദിവ്യയുടെ മനസ്സിലുണ്ടായിരുന്നത് ഒരുപാട് സന്തോഷമായിരിക്കും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ തനിക്ക് വരാനായിട്ട് പോകുന്നത് എന്നാണ്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. എല്ലാ മാതാപിതാക്കളും കണ്ടിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ദിവ്യയുടെ കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. വെൽക്കം ടു വിഷ്ണുലോകം. തമിഴ്നാട്ടിലെ മണ്ണാർഗുഡി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു വലിയ സമ്പന്ന കുടുംബത്തിൽ തന്നെയാണ് ദിവ്യ ജനിക്കുന്നത്. ദിവ്യയുടെ വീട്ടിൽ ദിവ്യയ്ക്ക് അച്ഛനും അമ്മയും ജ്യേഷ്ഠനാണുള്ളത്. ദിവ്യയുടെ ജ്യേഷ്ഠൻ്റെ പേര് പ്രേംകുമാർ എന്നാണ്. അതുപോലെ തന്നെ ദിവ്യ പഠിക്കാനായിട്ട് വളരെ മിടുക്കുള്ളൊരു കുട്ടിയാണ്. 2013 ദിവ്യയ്ക്ക് 22 വയസ്സ് തികയുന്നു. അങ്ങനെ 22 വയസ്സായ ദിവ്യയെ അതിവേഗത്തിൽ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാനായിട്ട് ദിവ്യയുടെ മാതാപിതാക്കൾ തീരുമാനിക്കുകയാണ്. തുടർന്ന് ദിവ്യയുടെ വീട്ടുകാർ വിവാഹാലോചനകൾ നോക്കി തുടങ്ങി. ഒരുപാട് പ്രപ്പോസലുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രപ്പോസലുകളുടെ കൂട്ടത്തിൽ ചേരൻ എന്ന് പേരുള്ള ഒരു ഡോക്ടറുടെ പ്രപ്പോസലും ഉണ്ടായിരുന്നു. ചേരൻ എന്ന് പേരുള്ള ഈ ഡോക്ടറുടെ കുടുംബവും സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബം തന്നെയായിരുന്നു. അങ്ങനെ ഈ 2 കുടുംബക്കാരും കൂടെ സംസാരിച്ചിട്ട് അവരുടെ ആ ഒരു വിവാഹം ഉറപ്പിക്കുകയാണ്. അതിഗംഭീരമായിട്ട് അത്യാഡംബരങ്ങളോടുകൂടി തന്നെ ആ വിവാഹം നടന്നു. വിവാഹശേഷം ജീവിതം പതിയെ പതിയെ ഇണക്കവും പിണക്കവുമായിട്ട് മുന്നോട്ട് പോകാനായി തുടങ്ങി. അങ്ങനെ അവർക്കൊരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു ആ ദമ്പതികൾക്ക്. ആ പെൺകുട്ടിക്ക് 3 വയസ്സായി പ്രായം. അങ്ങനെ കൃത്യം 2017 ജൂലൈ 17 രാത്രി 10:30 ദിവ്യയുടെ അച്ഛൻ്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. വിളിച്ചിരിക്കുന്നത് ചേരൻ്റെ നമ്പറിൽ നിന്നാണ്. ഫോൺ എടുത്ത് സംസാരിച്ചപ്പോൾ അപ്പുറത്തുള്ളത് ചേരനല്ല, ചേരൻ്റെ അമ്മയായിട്ടുള്ള റാണിയാണ്. റാണി ദിവ്യയുടെ അച്ഛനോട് പറഞ്ഞത്, ദിവ്യയ്ക്ക് ശരീരത്തിനാകെ ഒരു അസ്വസ്ഥത, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദിവ്യയും കൂട്ടിയിട്ട് തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്, നിങ്ങൾ വളരെ വേഗത്തിൽ അങ്ങോട്ടേക്ക് വരൂ എന്ന് ഫോണിലൂടെ പറഞ്ഞിട്ട് റാണി വളരെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. മകൾ അസുഖം വന്ന് ഹോസ്പിറ്റലാണ് എന്നറിഞ്ഞപ്പോൾ ദിവ്യയുടെ അച്ഛൻ വല്ലാത്തൊരു പേടിയോടുകൂടിയും പരിഭ്രമത്തോടു കൂടിയും ദിവ്യയുടെ അമ്മയും കൂട്ടിയിട്ട് ഈ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ അവർ കണ്ട കാഴ്ച ദിവ്യയുടെ ഭർത്താവായിട്ടുള്ള ചേരനും ചേരൻ്റെ അമ്മയായിട്ടുള്ള റാണിയും പൊട്ടിക്കരയുന്നതാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ദിവ്യ മരിച്ചു പോയി എന്നാണ്. സത്യത്തിൽ ആ മാതാപിതാക്കൾ ആകെ ഷോക്കായി. അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ആ ദിവസം രാത്രി ദിവ്യ ഇവരെല്ലാം തന്നെ വിളിച്ച് സംസാരിച്ചാണ്. അപ്പോൾ ദിവ്യ അസുഖത്തിൻ്റെ കാര്യം ഒന്നും തന്നെ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. യാതൊരു കുഴപ്പവും സംസാരത്തിൽ അവർക്ക് തോന്നിയതുമില്ല. പെട്ടെന്ന് അസുഖം വന്നു എന്ന് പറയുന്നു, ദിവ്യ മരിച്ചു എന്ന് പറയുന്നു. സംസാരിക്കാൻ ഒന്നും കഴിയാതെ തൊണ്ട ഇടറിക്കൊണ്ട് ദിവ്യയുടെ അമ്മ ദിവ്യയുടെ ഭർത്താവായിട്ടുള്ള ചേരനോട് ചോദിച്ചു, എൻ്റെ മകൾക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്ന്. ഈ ചോദ്യത്തിന് ചേരനൊന്നും മറുപടി പറഞ്ഞില്ല. പക്ഷേ ചേരൻ്റെ അമ്മയായിട്ടുള്ള റാണി പറഞ്ഞു, ഞങ്ങൾക്കും അതറിയില്ല, ഞങ്ങളെല്ലാവരും ചേർന്ന് ഭക്ഷണമെല്ലാം തന്നെ, രാത്രിയിലെ ഭക്ഷണമെല്ലാം തന്നെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ദിവ്യ പറഞ്ഞു, എനിക്ക് തല എന്തോ പോലെ ആവുന്നു, എന്തോ പോലെ ഒരു മയക്കം വരുന്നു എന്ന്. അങ്ങനെ ദിവ്യ നേരെ ബെഡ്റൂമിൽ പോയിട്ട് കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ചേരൻ ആ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ ദിവ്യ അനങ്ങുന്നില്ല. ദിവ്യയ്ക്ക് എഴുന്നേൽക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ വന്ന് ചെക്ക് ചെയ്ത ശേഷം ഡോക്ടർ പറഞ്ഞത് ദിവ്യ മരിച്ചു പോയി എന്നാണ്. ഇത് മാത്രമേ ഞങ്ങൾക്കറിയൂ എന്നാണ് ചേരൻ്റെ അമ്മയായിട്ടുള്ള റാണി പറയുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഡോക്ടർ പെട്ടെന്ന് വെളിയിലേക്ക് ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചേരൻ വളരെ പെട്ടെന്ന് തന്നെ ഈ ഡോക്ടറുടെ അരികിലേക്ക് പോയിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ ഹോസ്പിറ്റലിലെ ഫോർമാലിറ്റീസ് എല്ലാം തന്നെ തീർത്തിട്ട് പെട്ടെന്ന് ബോഡി ഞങ്ങൾക്ക് റിക്കവർ ചെയ്തു തരൂ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന്. ചേരൻ ഇതുപോലൊരു കാര്യം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ദിവ്യയുടെ മാതാപിതാക്കൾക്ക് ഒന്നും പറയാൻ കഴിയുമായിരുന്നില്ല. എന്നാലും അവിടേക്ക് വന്ന ഡോക്ടർ ദിവ്യയുടെ മാതാപിതാക്കളോടായിട്ട് പറയുകയാണ്, നിങ്ങൾ 2 പേരും മാത്രം എൻ്റെ റൂമിലേക്കൊന്ന് വരൂ എന്ന്. തുടർന്ന് ഡോക്ടറുടെ റൂമിനുള്ളിലേക്ക് എത്തിയ ശേഷം ആ ഡോക്ടർ ദിവ്യയുടെ മാതാപിതാക്കളോട് ഒരു കാര്യം ചോദിച്ചു, ദിവ്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന്. ആ മാതാപിതാക്കൾ മറുപടിയായിട്ട് പറഞ്ഞത്, ദിവ്യയ്ക്ക് കുറച്ച് കുടുംബ പ്രശ്നങ്ങളുണ്ട്, അതല്ലാതെ വേറെ ശാരീരിക പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊന്നും തന്നെ ഇല്ല എന്നാണ്. ഇത് കേട്ട ശേഷം ആ ഡോക്ടർ ഒരു കാര്യം കൂടെ പറഞ്ഞു, ദിവ്യയുടെ മരണത്തിൽ എന്തെല്ലാമോ അസ്വാഭാവികതകളുണ്ട് എന്ന്. കാരണം ദിവ്യയുടെ കഴുത്തിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ ഒരു ബലം പ്രയോഗിച്ചുള്ള ആ ഒരു പാടുകളുണ്ട്. അതുപോലെ തന്നെ ദിവ്യയുടെ 2 കൈയിലും ആരോ ബലമായിട്ട് പിടിച്ചതിൻ്റെ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാനുണ്ട് ശരീരത്തിൽ. അപ്പോൾ
ദിവ്യയുടെ ശരീരം നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഈ ഡോക്ടർ ഈ മാതാപിതാക്കളോട് പറയുകയാണ്. അപ്പോൾ ദിവ്യയുടെ അച്ഛനും അമ്മയും പറഞ്ഞു അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന്. ആ ഡോക്ടറിന്റെ റൂമിൽ നിന്നും വെളിയിലേക്ക് വന്നപ്പോൾ ഈ മാതാപിതാക്കൾ ഡോക്ടർ പറഞ്ഞ ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യം ദിവ്യയുടെ ഭർത്താവിന്റെ വീട്ടുകാരോടും പറയുകയാണ്. ഇത് കേട്ടപാടെ ദിവ്യയുടെ ഭർത്താവായിട്ടുള്ള ചേരൻ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് അവളുടെ ശരീരം കത്തി കൊണ്ട് ഇങ്ങനെ വെട്ടി മുറിക്കുന്നത്, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അവളുടെ ശരീരം റിക്കവർ ചെയ്ത് നമ്മളുടേതായിട്ടുള്ള ചടങ്ങുകൾ ചെയ്യാനുണ്ടല്ലോ, അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് ചെയ്യേണ്ടത് എന്നാണ്. ചേരന്റെ ഈ ഒരു സംസാരം കേട്ടപ്പോൾ മകളുടെ ശരീരത്തെ ദഹിപ്പിക്കാനുള്ള അവന്റെ തിടുക്കം കണ്ടപ്പോൾ ദിവ്യയുടെ മാതാപിതാക്കൾക്ക് ചേരനെ സംശയം തോന്നുകയാണ്. അങ്ങനെ ദിവ്യയുടെ അച്ഛനും ജ്യേഷ്ഠനും അവിടെ വെച്ച് ഒന്നും പറയാതെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. ഞങ്ങളുടെ മകളായിട്ടുള്ള ദിവ്യ മരണപ്പെട്ടു, അവളുടേത് ഒരു സാധാരണ മരണമല്ല, ഒരു കൊലപാതകമാണ്. അവളെ ഇല്ലായ്മ ചെയ്തത് അവളുടെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരുമാണ്. ഇതാണ് ആ കംപ്ലൈൻറ്റിൽ ഉണ്ടായിരുന്നത്. കംപ്ലൈൻറ്റ് ലഭിച്ച ഉടനെ പോലീസുകാർ ഈ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഡോക്ടറെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്തു. ഈ ഡോക്ടർ ദിവ്യയുടെ കുടുംബത്തോട് എന്താണോ പറഞ്ഞു കൊടുത്തത് അതേ കാര്യം തന്നെ പോലീസുകാരോടും പറഞ്ഞു കൊടുത്തു. അങ്ങനെ പോലീസുകാരും ദിവ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ ലഭിച്ചപ്പോൾ അതിൽ പറയുന്നത് ദിവ്യയുടേത് ഒരു കൊലപാതകം തന്നെയാണ് എന്നാണ്. കാരണം ദിവ്യ ശ്വാസം മുട്ടിയാണ് മരിച്ചിരിക്കുന്നത്. ദിവ്യയുടെ കഴുത്തിൽ ആരോ ബലമായിട്ട് അമർത്തിപ്പിടിച്ചതിൻ്റെ പാടുകളുണ്ട്. അതുപോലെ തന്നെ 2 കൈയിലും ആരോ ബലമായിട്ട് അമർത്തിപ്പിടിച്ചതിൻ്റെ പാടുകളുമുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, അസുഖം വന്നിട്ടല്ല ദിവ്യ മരിച്ചിരിക്കുന്നത്, ദിവ്യയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയതാണ്. എന്തായാലും ഹോസ്പിറ്റലിലെ പ്രൊസീജിയർ എല്ലാം തന്നെ കഴിഞ്ഞ് ദിവ്യയുടെ ശരീരം ദിവ്യയുടെ വീട്ടുകാർക്ക് വിട്ടുകൊടുത്തു. ദിവ്യയുടെ വീട്ടുകാർ ദിവ്യയുടെ ശരീരത്തെ ചടങ്ങുകളെല്ലാം തന്നെ ചെയ്ത ശേഷം അടക്കം ചെയ്യുകയും ചെയ്തു. ശേഷം തുടർന്ന് കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസുകാർ ദിവ്യയുടെ വീട്ടുകാരോട് തന്നെ ചോദിക്കുകയാണ് ദിവ്യയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന്. അങ്ങനെ ആ വീട്ടുകാർ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു. 22 വയസ്സായ ദിവ്യയെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാനായിട്ട് ദിവ്യയുടെ മാതാപിതാക്കൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രപ്പോസലുകൾ വന്നു. ആ പ്രപ്പോസലുകൾക്കിടയിൽ ഡോക്ടർ ചേരൻ്റെ പ്രപ്പോസലും വന്നിട്ടുണ്ടായിരുന്നു. ചേരൻ ഒരു ഡോക്ടർ ആയതുകൊണ്ടും ചേരൻ്റെ കുടുംബം സാമ്പത്തികമായിട്ട് തരക്കേടില്ലാത്തൊരു കുടുംബമായതുകൊണ്ടും ദിവ്യയുടെ കുടുംബം ഇവരുടെ പ്രപ്പോസൽ അംഗീകരിക്കുകയാണ്. ശേഷം വിവാഹത്തിൻ്റെ ചടങ്ങുകളെക്കുറിച്ചും വിവാഹത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ഈ 2 കുടുംബക്കാരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ദിവ്യയുടെ പിതാവ് ഈ പറയുന്ന ചേരൻ്റെ അമ്മയോട് ഒരു കാര്യം ചോദിക്കുകയാണ്. സ്ത്രീധനമായിട്ട് നിങ്ങൾക്ക് ഇത്ര തുക വേണം, അങ്ങനെ വല്ല ആഗ്രഹമുണ്ടോ എന്ന്. ഇതിന് മറുപടിയായിട്ട് ചേരൻ്റെ അമ്മയായിട്ടുള്ള റാണി പറഞ്ഞത് സ്ത്രീധനവും പണവുമൊന്നുമല്ല, ഞങ്ങൾക്ക് വലുത് പെൺകുട്ടിയാണ് എന്നാണ്. ഇത് കേട്ടപ്പോൾ ദിവ്യയ്ക്കും ദിവ്യയുടെ മാതാപിതാക്കൾക്കും ഒരുപാട് സന്തോഷമായി. നല്ലൊരു ജീവിതം ലഭിക്കുമല്ലോ എന്ന് അവർ പ്രതീക്ഷിച്ചു. തുടർന്ന് 2 വീട്ടുകാരും ചേർന്ന് വിവാഹ നിശ്ചയം നടത്താനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നടത്തി തുടങ്ങി. അങ്ങനെ 2013 മെയ് മാസമാണ് വിവാഹ നിശ്ചയം നടത്തുന്നത്. ശേഷം ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. വിവാഹത്തിന് കൃത്യം 1 മാസം മുമ്പ്, അതായത് ഏപ്രിൽ മാസം, ചേരൻ്റെ അച്ഛനും അമ്മയും, അതായത് റാണിയും റാണിയുടെ ഭർത്താവായിട്ടുള്ള മുത്തഴകനും ചേർന്ന് ദിവ്യയുടെ വീട്ടിലേക്ക് പ്രതീക്ഷിക്കാതെ വരികയാണ്. ഇങ്ങനെ വീട്ടിലേക്ക് കയറി വന്ന അവർ ഓരോരോ വിശേഷങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കാനായി തുടങ്ങി. ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ചേരൻ്റെ അമ്മയായിട്ടുള്ള റാണി അവരോട് പറയുകയാണ് ഞങ്ങൾക്ക് സ്ത്രീധനമൊന്നും വേണ്ട, പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ചേരനൊരു ഡോക്ടറല്ലേ, ഡോക്ടറുടെ കുടുംബത്തേക്ക് ദിവ്യ വരുന്ന സമയത്ത് എത്ര സ്ത്രീധനം കൊടുത്തു എന്ന് നിങ്ങളോട് പലരും ചോദിക്കും. അതുപോലെ തന്നെ എത്ര കിട്ടി എന്ന് ഞങ്ങളോടും പലരും ചോദിക്കും. അപ്പോൾ അവരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സ്ത്രീധനം ഞങ്ങൾക്ക് തരികയാണെങ്കിൽ അതാണ് നല്ലത്, അത് ദിവ്യയ്ക്ക് തന്നെയാണ് ഗുണം ചെയ്യുക എന്ന് റാണി പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ദിവ്യയുടെ അച്ഛൻ അവരോട് തന്നെ ചോദിച്ചു നിങ്ങൾ എത്രയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എത്രയാണെന്ന് നിങ്ങൾക്ക് തുറന്ന് പറയാമെന്ന് ആ അച്ഛൻ ചോദിക്കുകയാണ്. ഞങ്ങൾക്കങ്ങനെ വലിയ കണ്ടീഷനൊന്നുമില്ല, എന്നാലും ഞങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് 100 പവനും 5 കിലോ വെള്ളിയും അതുപോലെ തന്നെ ഒരു കാറും 30 ലക്ഷം രൂപയും ഇത്രയെങ്കിലൊക്കെ കിട്ടുമെന്നാണ് ഞങ്ങൾ ചെറുതായിട്ടെങ്കിലും പ്രതീക്ഷിക്കുന്നത് എന്നാണ് റാണി പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ ദിവ്യയുടെ അച്ഛനും അമ്മയും ദിവ്യയുടെ ചേട്ടനും ഈ കാര്യം ദിവ്യ കൂടെ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും, ആ വീട്ടിലെ എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. ആദ്യം ഒന്നും വേണ്ട, മകളെ മാത്രം മതി, മകളെ കിട്ടുന്നത് തന്നെ ഞങ്ങളുടെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണക്ക് പറഞ്ഞ് ഇത്രയെങ്കിലും കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവരാകെ പേടിച്ച് വിറച്ചു പോയി. അത് മാത്രമല്ലാതെ ഇനി 1 മാസമേ വിവാഹത്തിനുള്ളൂ,
ഇതിനുള്ളിൽ ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ സംഘടിപ്പിക്കുകയും വേണം. ഇതിൽ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യം, ഏത് മോഡൽ കാറാണ് വേണ്ടത് എന്നുള്ള ആ കാറിൻ്റെ മോഡൽ കൂടെ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 15 ലക്ഷം രൂപയോളം വില വരുന്ന ഒരു കാറാണ് അവർ വേണമെന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള എണ്ണം പറഞ്ഞുള്ള കണ്ടീഷനെല്ലാം തന്നെ പറഞ്ഞ ശേഷം ചേരൻ്റെ അമ്മയായിട്ടുള്ള റാണി പറയുന്നത്, നിങ്ങളിത് എപ്പോഴാണ് ഞങ്ങൾക്ക് തരിക, നിങ്ങളത് പറഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ബന്ധുക്കളെ എല്ലാം തന്നെ ഇൻവിറ്റേഷൻ കൊടുത്ത് വിളിക്കാൻ വേണ്ടിയിട്ട്. സോ ഈ കാര്യം കേട്ടപ്പോൾ സത്യത്തിൽ ദിവ്യയുടെ കുടുംബം ആകെ മൊത്തം വിഷമത്തിലായി. എന്താണ് ചെയ്യേണ്ടത് എന്ന ധർമ്മസങ്കടത്തിലായി. സത്യത്തിൽ ഈ വിവാഹം പോലും വേണ്ട എന്ന് വെച്ചാലോ എന്നവർ തീരുമാനിക്കുകയാണ്. പക്ഷേ ഇവർ വിവാഹ നിശ്ചയം നടത്തിയതാണ്. ഒരുപാട് പേരെ കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ച് എല്ലാവരെയും അറിയിച്ചതാണ് മൊത്തത്തിൽ വിവാഹം നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം. അപ്പോൾ പെട്ടെന്ന് ഇതിൽ നിന്നും പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മകളെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്ന് ആ കുടുംബം ചിന്തിക്കുകയാണ്. അതുകൂടാതെ ഇതിലും നല്ലൊരു കുടുംബത്തെ, ഡോക്ടറായിട്ടുള്ളൊരു മരുമകനെ ഇനി കിട്ടില്ല എന്നും അവർ ചിന്തിക്കുകയാണ്. അങ്ങനെ ഇത്രയും സ്ത്രീധനം കൊടുത്തിട്ട് തങ്ങളുടെ മകളെ വിവാഹം കഴിപ്പിച്ച് അയക്കാമെന്ന് ആ കുടുംബം തീരുമാനിച്ചു. അങ്ങനെ 100 പവൻ സ്വർണവും 30 ലക്ഷം രൂപയും 15 ലക്ഷം രൂപ വിലയുള്ള കാറും 5 കിലോ വെള്ളിയും ഇതെല്ലാം തന്നെ സ്ത്രീധനമായിട്ട് കൊടുത്ത് അത്യാഡംബരപൂർവ്വം ആ വിവാഹം നടന്നു. വിവാഹശേഷമുള്ള ആദ്യത്തെ 3 ദിവസം യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. സന്തോഷത്തോടു കൂടി തന്നെയാണ് 3 ദിവസം ദിവ്യ ആ വീട്ടിൽ കഴിഞ്ഞു പോയത്. എന്നാൽ 4ാമത്തെ ദിവസം രാവിലെ തന്നെ തൻ്റെ വീട്ടിൽ ഒരു അപൂർവമായിട്ടുള്ളൊരു കാഴ്ച ദിവ്യ കാണുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ, താൻ കൊണ്ടുവന്ന ആ 100 പവൻ സ്വർണ്ണമില്ലേ, ആ 100 പവൻ സ്വർണം ആ വീട്ടിൽ വെച്ച് പവൻ തൂക്കി നോക്കുകയാണ്. എത്രത്തോളം ഉണ്ട് സ്വർണം എന്ന്, അതിലെന്തെങ്കിലും കുറവുണ്ടോ എന്ന് ആ വീട്ടിൽ വെച്ച് തന്നെ നോക്കുകയാണ്. ആദ്യം സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞവർ, രണ്ടാമത്തേത് നാട്ടുകാരെ കാണിക്കാനും അവരുടെ മുന്നിൽ പ്രൗഢി കാണിക്കാനും വേണ്ടി മാത്രമായിട്ട് സ്ത്രീധനം തന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞവർ വീട്ടിലെത്തിയിട്ട് 4ാമത്തെ ദിവസം തന്നെ കൊണ്ടുവന്ന സ്വർണം തൂക്കി നോക്കുന്നത് കണ്ടപ്പോൾ ദിവ്യ ആകെ പേടിച്ചു പോയി. എന്നാൽ ഇതിനു ശേഷം നടക്കാൻ പോകുന്ന കാര്യം ദിവ്യയെ അതിലും കൂടുതൽ ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ തൂക്കി നോക്കലെല്ലാം തന്നെ കഴിഞ്ഞപ്പോൾ അതിൽ 2 ഗ്രാമിന്റെ കുറവുണ്ടായിരുന്നു. ഈ 2 ഗ്രാമിന്റെ കുറവ് കാണിച്ചിട്ട് ദിവ്യയുടെ ഭർത്താവിന്റെ അമ്മയായിട്ടുള്ള റാണി ദിവ്യയെ ചീത്ത പറയാനായി തുടങ്ങി. നീയും നിന്റെ കുടുംബവും കൂടിയിട്ട് ഞങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ? 100 പവൻ എന്ന് പറഞ്ഞിട്ട് 2 ഗ്രാം കുറവുണ്ടല്ലോ, ഞങ്ങൾ തൂക്കി നോക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുകയാണ്. 2 ഗ്രാം സ്വർണം കുറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് ചീത്ത കേട്ടപ്പോൾ ദിവ്യയ്ക്ക് അത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ദിവ്യ ഉടനെ തന്നെ തൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ഈ കാര്യമൊക്കെ അറിയിച്ചു. അച്ഛൻ മകളോട് പറഞ്ഞത്, നീ എന്തായാലും വിഷമിക്കേണ്ട, നിൻ്റെ ചേട്ടൻ ഇപ്പോൾ തന്നെ അവിടേക്ക് വരും, 2 ഗ്രാമിന് പകരം 3 ഗ്രാമിൻ്റെ സ്വർണം അവിടെ ഏൽപ്പിക്കും, നീ പേടിക്കൊന്നും വേണ്ട, ഇത് കുടുംബത്തിലൊക്കെ സാധാരണയാണ്, അത് നീ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് മകളെ സമാധാനിപ്പിച്ചിരുത്തി. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ദിവ്യയുടെ ചേട്ടൻ ആ വീട്ടിലേക്ക് വരികയും 3 ഗ്രാമിൻ്റെ സ്വർണം അവിടെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇത് കിട്ടിയപ്പോൾ ചേരൻ്റെ അമ്മയായിട്ടുള്ള റാണിക്ക് ഒരുപാട് സമാധാനമായി. എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ദിവ്യയുടെ സമാധാനം നഷ്ടപ്പെടാനായിട്ട് പോവുകയായിരുന്നു. പ്രതീക്ഷിച്ചതിലും അധികമായിട്ട് സ്വർണം കൂടുതലായി കിട്ടിയ സന്തോഷത്തിൽ ചേരൻ്റെ അമ്മയായിട്ടുള്ള റാണി അടുത്തതായിട്ട് ചെയ്തത്, ഈ പറഞ്ഞ സ്വർണം എല്ലാം തന്നെ റാണിയുടെ അലമാരയ്ക്കുള്ളിൽ വെച്ചു. അതിനുശേഷം ദിവ്യയോട് പറഞ്ഞു, എൻ്റെ അലമാരയിൽ ഈ സ്വർണം എല്ലാം തന്നെ ഇരിക്കുന്നതാണ് നല്ലത്, നിനക്ക് വെളിയിൽ പോകുമ്പോൾ എന്തെങ്കിലും ധരിക്കാൻ വേണമെങ്കിൽ നീ എന്നോട് ചോദിച്ചാൽ മതി, അതിനാവശ്യമുള്ളത് മാത്രം നിൻ്റെ കയ്യിൽ തന്നു വിടാമെന്നാണ്. തൻ്റെ അമ്മായിയമ്മ പറഞ്ഞ ഈ ഒരു കാര്യം ദിവ്യ യാതൊരു തടസ്സവും കൂടാതെ സമ്മതിച്ചു. തുടർന്ന് ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു കറി വെച്ചിട്ട് ചേരൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു ദിവ്യ. ആ കറിയിൽ ഉപ്പെന്തോ ഇത്തിരി കൂടിപ്പോയി. അതിൻ്റെ ദേഷ്യത്തിൽ ചേരൻ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്പൂൺ എടുത്തിട്ട് ദിവ്യയുടെ തലയ്ക്ക് ആഞ്ഞ് എറിയുകയാണ്. ആ ഏറ് കൊണ്ട ദിവ്യ അപ്പോൾ തന്നെ കരയുകയും ചെയ്തു. എന്തിനാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ ക്രൂരത ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ദിവ്യ കരയുന്നത്. ദിവ്യ കരയുന്ന ആ ഒരു ഭാഗത്തേക്ക് പെട്ടെന്ന് റാണി വന്നിട്ട് ദിവ്യയെ തല്ലാനും തുടങ്ങി. ഇത്രയും പ്രായമായിട്ട് നിനക്കൊരു കറി വെക്കാൻ അറിയില്ലേ എന്ന് പറഞ്ഞിട്ടാണ് റാണി ദിവ്യയെ തല്ലിയത്. മൊത്തത്തിൽ ആ വീട്ടിൽ ദിവ്യ എന്ത് കാര്യം ചെയ്താലും കുറ്റമെന്ന രീതിയിലേക്ക് മാറുകയാണ്. ഇപ്പോൾ ആ വീട്ടിലെ ദിവ്യയുടെ ഭർത്താവ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അച്ഛനായിക്കോട്ടെ, ഭർത്താവിൻ്റെ അമ്മയായിക്കോട്ടെ, എല്ലാവരും ദിവ്യയെ എപ്പോഴും ചീത്ത പറയുകയും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും ഈ ഒരു ഉപദ്രവം താങ്ങാൻ കഴിയാതെ അവസാനം ദിവ്യ വീട്ടിലേക്ക് വിളിച്ചിട്ട് തൻ്റെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഈ വീട്ടിൽ ഇതാണ് എൻ്റെ അവസ്ഥ, എല്ലാവരും എന്നെ ഉപദ്രവിക്കുകയാണ്, എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ എന്നെല്ലാം തന്നെ ദിവ്യ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു.
ഇതെല്ലാം തന്നെ കേട്ട ദിവ്യയുടെ ചേട്ടൻ ദിവ്യയോട് പറഞ്ഞത്, ഒരുപാട് പണവും സ്വർണവും എല്ലാം തന്നെ കൊടുത്തിട്ടാണ് നിന്നെ വിവാഹം കഴിപ്പിച്ച് അയച്ചത്. ഇതുപോലുള്ള ഓരോരോ പ്രശ്നങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ടാവും. അതൊന്നും അത്ര കാര്യമാക്കി എടുക്കണ്ട. നീ അവിടെ എങ്ങനെയെങ്കിലും സഹിച്ച് കടിച്ചു പിടിച്ച് നിൽക്ക്. ഇതൊക്കെ തന്നെയാണ് ജീവിതം. അത് മുന്നോട്ട് പോകുമ്പോൾ നിനക്ക് മനസ്സിലാവും ഇത് നിനക്ക് വെറുതെ തോന്നുന്നതാണ് എന്നെല്ലാമാണ് ദിവ്യയുടെ ചേട്ടൻ അവളോട് പറഞ്ഞു കൊടുത്തത്. സ്വന്തം വീട്ടുകാർ പോലും തൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നില്ല, തൻ്റെ കൂടെ നിൽക്കുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ ദിവ്യ ആകെ തകർന്നു പോയി. എന്തായാലും ഈ ക്രൂരതകളെല്ലാം തന്നെ സഹിച്ച് മുന്നോട്ട് പോവുക മാത്രമേ വഴിയുള്ളൂ എന്ന് അവൾ തിരിച്ചറിയുകയാണ്. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. ശേഷം ഒരു ദിവസം ദിവ്യയുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദിവ്യയ്ക്ക് ഒരു ജോലി ലഭിക്കുകയാണ്. ഞാൻ ആ ജോലിക്ക് പൊയ്ക്കോട്ടെ എന്ന് ദിവ്യ തൻ്റെ ഭർത്താവിനോട് ചോദിച്ചപ്പോൾ ചേരൻ മറുപടിയായിട്ട് പറഞ്ഞത്, നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക, എൻ്റെ വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങളൊക്കെ ആരാ നോക്കുക, ഇവിടുത്തെ പണിയെല്ലാം തന്നെ ആരാണ് ചെയ്യുക, അതുകൊണ്ട് നീ ജോലിക്കൊന്നും പോണ്ട, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നിന്നാൽ മതി എന്നാണ് ഭർത്താവ് പറഞ്ഞത്. ഭർത്താവിൻ്റെ അമ്മയായിട്ടുള്ള റാണി പറഞ്ഞതോ, നീ എവിടെയെങ്കിലും ജോലിക്ക് പോയിട്ട് അവിടെയുള്ള പുരുഷന്മാരുമായിട്ട് ഇടപഴകുന്നതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അത് മാത്രമല്ലാതെ നിനക്ക് ഏതെങ്കിലും രീതിയിൽ പണം വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് നിനക്ക് ആവശ്യമുള്ള പണമെല്ലാം തന്നെ ചോദിക്കുക, നിൻ്റെ ചെലവിന് ആവശ്യമുള്ളത് അപ്പോൾ അവർ തന്നോളുമെന്നാണ് ഭർത്താവിൻ്റെ അമ്മ പറഞ്ഞത്. ഒരു ജോലിക്ക് പോയിട്ട് സ്വന്തമായിട്ട് വരുമാനം നേടണമെന്നത് ദിവ്യയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്നാൽ ഭർത്താവിൻ്റെ വീട്ടുകാർ ജോലിക്ക് പോണ്ട എന്ന് പറഞ്ഞതിനെ തുടർന്ന് ദിവ്യ തൻ്റെ ആ ആഗ്രഹം വേണ്ട എന്ന് വെച്ചു. ദിവസങ്ങൾ വീണ്ടും ദുരിതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. അതായത് ദിവ്യയുടെ ഭർത്താവായിട്ടുള്ള ചേരന് ഒരു ക്ലിനിക്ക് തുടങ്ങണം. അതിന് വേണ്ടിയിട്ട് ധാരാളം പണം ആവശ്യമാണ്. ഇതിൽ ഒരു 5 ലക്ഷം രൂപ നീ നിൻ്റെ വീട്ടിൽ നിന്നും മേടിച്ചു കൊണ്ട് വരണമെന്ന് ദിവ്യയുടെ ഭർത്താവ് ദിവ്യയോട് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ദിവ്യയ്ക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയതേയില്ല. കാരണം ഒരുപാട് പണവും സ്വർണവും എല്ലാം തന്നെ സ്ത്രീധനമായിട്ട് കൊടുത്തതാണ്. വീണ്ടും തൻ്റെ വീട്ടിൽ പോയിട്ട് 5 ലക്ഷം രൂപ ചോദിക്കുക എന്ന് പറയുന്നത് ദിവ്യയ്ക്ക് ചിന്തിക്കാനേ കഴിയുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചോദിക്കാൻ പറ്റില്ല എന്ന് ദിവ്യ ഭർത്താവിനോട് തുറന്ന് പറയുകയാണ്. ശേഷം ഈ ഒരു പ്രശ്നത്തെ ചൊല്ലിയിട്ട് രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ഇവർ വഴക്കിടുന്നതിനിടയിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ചേരൻ്റെ അച്ഛനും അമ്മയും കടന്നു വരികയാണ്. ചേരൻ്റെ അച്ഛൻ പെട്ടെന്ന് ദിവ്യയുടെ മുടിക്കിങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ദിവ്യയുടെ തല കൊണ്ടുപോയിട്ട് ചുമരിൽ ആഞ്ഞിടിക്കാനായി തുടങ്ങി പലതവണ. തനിക്കെതിരെയുള്ള ക്രൂരതകൾ സഹിക്കാൻ കഴിയാതെ ദിവ്യ അവിടെ വെച്ച് തൻ്റെ ഭർത്താവിനോട് ചോദിക്കുകയാണ്, ഞാൻ ആരുടെയൊക്കെ മർദ്ദനം സഹിക്കണമെന്ന്. നിങ്ങൾ എന്നെ തല്ലുന്നു, നിങ്ങളുടെ അമ്മ എന്നെ തല്ലുന്നുണ്ട്, നിങ്ങളുടെ അച്ഛൻ എന്നെ തല്ലുന്നു, എൻ്റെ വില എന്താണ് ഈ വീട്ടിലെന്ന് ദിവ്യ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ചേരൻ പറഞ്ഞ മറുപടി, എൻ്റെ അമ്മയും അച്ഛനും ഞാനും എല്ലാവരും നിന്നെ തല്ലും, ഇതെല്ലാം സഹിച്ചുകൊണ്ട് ഈ വീട്ടിൽ കഴിയാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ നീ എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോ എന്ന് ചേരൻ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ സ്വന്തം ഭാര്യയോട് പറയുകയാണ്. ഇനിയും ഈ വീട്ടിൽ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ തൻ്റെ ജീവന് പോലും അത് ആപത്താണ് എന്ന് മനസ്സിലാക്കിയ ദിവ്യ ആ നിമിഷം തന്നെ തൻ്റെ ബാഗെല്ലാം തൻ്റെ വസ്ത്രങ്ങളെല്ലാം തന്നെ എടുത്ത് സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. ഏകദേശം 1 മാസത്തോളം സ്വന്തം വീട്ടിൽ നിന്നു ദിവ്യ. ഈ ദിവ്യ മാറി നിൽക്കുന്ന സമയത്തൊന്നും തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഭർത്താവോ അവളെ ഒന്ന് വിളിച്ച് അന്വേഷിക്കുകയോ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഒരു കോംപ്രമൈസ് എന്നോണം ദിവ്യയുടെ വീട്ടുകാർ അവർ ചോദിച്ച, അതായത് മകളുടെ ഭർത്തൃ വീട്ടുകാർ ചോദിച്ച 5 ലക്ഷം രൂപയില്ലേ, അത് മകളുടെ കയ്യിൽ കൊടുത്തിട്ട് മകളെ ഭർത്തൃ വീട്ടിലേക്ക് അയച്ചു. 1 മാസത്തിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വീണ്ടും എത്തിയ ദിവ്യയുടെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പഴയ രീതിയിൽ തന്നെയായിരുന്നു. ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. അങ്ങനെ ദിവ്യ പ്രഗ്നൻ്റ് ആയി. ദിവ്യ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു. പ്രസവശേഷവും ദിവ്യയുടെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമായിരുന്നു. ഭർത്തൃ വീട്ടുകാർ ദിവ്യയെ ഒരുപാട് ഉപദ്രവിച്ചു, ഒരുപാട് ജോലികൾ ചെയ്യിപ്പിച്ചു. അവൾ ഒരു നരക ജീവിതം തന്നെയാണ് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ജീവിച്ചു വന്നത്. തുടർന്ന് ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുന്നു. ദിവസങ്ങൾ മാസങ്ങളാവുന്നു, വർഷങ്ങളാവുന്നു. ദിവ്യയുടെ കുഞ്ഞിന് 3 വയസ്സായി പ്രായം. അടുത്ത പ്രശ്നത്തിനുള്ള തുടക്കമാണ്. ഒരു ദിവസം ദിവ്യയോട് ഭർത്താവിൻ്റെ അമ്മയായിട്ടുള്ള റാണി പറയാണ്, ഞങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ ഏകദേശം 7.5 ലക്ഷം രൂപ വേണം. ഈ 7.5 ലക്ഷം രൂപയും നീ നിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരണമെന്ന് റാണി ദിവ്യയോട് തറപ്പിച്ച് പറയാണ്. വീണ്ടും വീണ്ടും പണം ചോദിക്കുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ദിവ്യ അവരോട് ഉറപ്പിച്ച് പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് പണം ചോദിക്കില്ല. എൻ്റെ വീട്ടിൽ നിന്നും പണം ഇനി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന്. ഇതിനെ ചൊല്ലിയിട്ട് വീണ്ടും ആ വീട്ടിൽ വഴക്ക് തുടർന്നു. ചേരൻ ദിവ്യയെ ഒരുപാട് മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ ചെറിയ കുട്ടിയെയും എടുത്തിട്ട്
ദിവ്യ ആ വീട്ടിൽ നിന്നും വീണ്ടും ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് എത്തി. ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും ഉപദ്രവം സഹിക്കാൻ കഴിയാതെ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയതും കൂട്ടിയിട്ട് ഏകദേശം 20 തവണ ദിവ്യ പേടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഓരോ തവണ മകൾ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോഴും ദിവ്യയുടെ വീട്ടുകാർ അവളെ സമാധാനിപ്പിച്ച് തിരികെ അയക്കുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ വന്നപ്പോൾ ദിവ്യയുടെ വീട്ടുകാർ ഉറപ്പിച്ചു പറഞ്ഞു, ഇനി നീ ആ വീട്ടിലേക്ക് പോവണ്ട, അവർ നിന്നെ വന്ന് വിളിച്ച് യാതൊരു കുഴപ്പവുമില്ല എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ആ വീട്ടിലേക്ക് പോയാൽ മതി എന്ന്. ദിവ്യ സ്വന്തം വീട്ടിലേക്ക് എത്തിയിട്ട് സമാധാനത്തോടെ ഉറങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോഴേക്കും ചേരൻ ആ വീട്ടിലേക്ക് എത്തി. ചേരൻ ഇതുവരെയായിട്ട് ദിവ്യയുടെ വീട്ടിലേക്ക് വന്നിട്ടേ ഇല്ല, ആദ്യമായിട്ടാണ് വരുന്നത്. ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചേരൻ ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. ദിവ്യയോട് ഒരുപാട് സ്നേഹത്തോടു കൂടി സംസാരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്നെല്ലാം തന്നെ ഏറ്റുപറഞ്ഞ് ഒരുപാട് സന്തോഷത്തോടു കൂടി ഭാര്യയെയും മകളെയും കൂട്ടിയിട്ട് സ്വന്തം വീട്ടിലേക്ക് ചേരൻ അവരെ കൂട്ടിക്കൊണ്ടു പോയി. വിവാഹം കഴിഞ്ഞ് ഒരു തവണ പോലും വീട്ടിലേക്ക് വരാത്ത ചേരൻ ആ ദിവസം ഒരുപാട് സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് മകളോട് സംസാരിച്ച് മകളെ കൂട്ടിക്കൊണ്ടു പോയതിൽ ഞങ്ങൾക്ക് എന്തോ ഒരു സംശയമുണ്ട്, എന്തോ ഒരു പന്തികേടുണ്ട് എന്നും ആ മാതാപിതാക്കൾ പോലീസുകാരോട് പറയാണ്. ദിവ്യയുടെ വീട്ടുകാരിൽ നിന്നും ദിവ്യയുടെ വിവാഹശേഷമുള്ള ജീവിതം പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയ പോലീസുകാർ ഇതിന് ശേഷം ചേരനെയും ചേരൻ്റെ അച്ഛനെയും അമ്മയെയും ചോദ്യം ചെയ്യുകയാണ്. ഇവർ 3 പേരെയും 3 ഭാഗത്തായിട്ട് നിർത്തിയിട്ടാണ് പോലീസുകാർ ചോദ്യം ചെയ്തത്. പല രീതിയിലുള്ള ചോദ്യം ചെയ്യലിൽ നിന്നും അവസാനം പോലീസുകാരോട് അവർ 3 പേരും ഏറ്റുപറഞ്ഞു, ഞങ്ങൾ തന്നെയാണ് ദിവ്യയെ കൊലപ്പെടുത്തിയത് എന്ന്. അതായത് ഇവർ 3 പേരും പോലീസിനോട് ഏറ്റുപറഞ്ഞത്, ഞങ്ങളുടെ അറിവോടുകൂടിയാണ് ദിവ്യയെ കൊലപ്പെടുത്തിയത്, പക്ഷേ കൊലപ്പെടുത്തിയത് ഞങ്ങളല്ല എന്നാണ്. കൊലപ്പെടുത്തിയത് ഇവരുടെ തന്നെ ബന്ധുക്കളാണ്. എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയത്, എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്ന് അവർ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ്. ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് 7.5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞിട്ട് ചേരനും ചേരൻ്റെ അച്ഛനും അമ്മയും ദിവ്യയുമായിട്ട് വഴക്കിട്ടിട്ടുണ്ടായിരുന്നില്ലേ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ദിവ്യ വീട് വിട്ട് പോവുകയും ചെയ്തു. ദിവ്യ വീട് വിട്ട് പോയ ശേഷം ചേരനും ചേരൻ്റെ അച്ഛനും അമ്മയും കൂടിയിട്ട് ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, ഇനി ഒരിക്കലും ദിവ്യയുടെ വീട്ടിൽ നിന്നും പണം ലഭിക്കില്ല. അത് മാത്രമല്ലാതെ ഇനിയും ദിവ്യയെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ദിവ്യയും ദിവ്യയുടെ വീട്ടുകാരും കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയോ ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദിവ്യയെ കൊലപ്പെടുത്തണം. ദിവ്യയെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ത്രീധനം, ഇവർക്ക് ലഭിച്ച സ്ത്രീധനം അവർക്ക് തിരികെ കൊടുക്കേണ്ടി വരില്ല. എന്നാൽ കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ സ്ത്രീധനം കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന് അവർ ചിന്തിക്കുകയാണ്. ദിവ്യയെ കൊലപ്പെടുത്തുകയാണെങ്കിൽ അതൊരു സാധാരണ മരണമാക്കിയിട്ട് മാറ്റുകയാണെങ്കിൽ ഡോക്ടറായിട്ടുള്ള ചേരന് മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്യാം. ആ വിവാഹത്തിൽ നിന്നും ധാരാളം സ്ത്രീധനം സ്വന്തമാക്കാം. ഇവർ 3 പേരും എടുത്ത ഈ ഒരു പ്ലാനില്ലേ, ചേരനും ചേരൻ്റെ അമ്മയും അച്ഛനും ചേർന്നെടുത്ത ഈ ഒരു പ്ലാൻ, അത് ഇവരുടെ വിശ്വസ്തരായിട്ടുള്ള 2 ബന്ധുക്കളെയും അറിയിക്കുകയാണ്. അങ്ങനെ ഇവർ 5 പേരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്തു എന്താണ് ഇനി ചെയ്യുക എന്ന്. അവരുടെ ആ ഒരു പ്ലാനിൻ്റെ അവസാനം അവർ തീരുമാനിച്ച കാര്യം ദിവ്യയുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല എന്ന് എല്ലാവരെയും തോന്നിപ്പിക്കുക. അതിലൂടെ ദിവ്യയെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. അതിനുശേഷം ദിവ്യയെ കൊലപ്പെടുത്തുക. അതൊരു സാധാരണ മരണം എന്ന രീതിയിൽ, അതല്ലെങ്കിൽ കൊലപാതകമല്ല, എന്തോ ഒരു അസുഖം വന്നിട്ട് മരിച്ചതാണ് എന്ന രീതിയിലേക്ക് മാറ്റുക. ഇവർ ചേർന്ന് നടത്തിയ ഈ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് ചേരൻ ദിവ്യയുടെ വീട്ടിലേക്ക് പോകുന്നതും വളരെ സന്തോഷത്തോടു കൂടി ദിവ്യയെയും മകളെയും വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും. അങ്ങനെ ആ ദിവസം എല്ലാവരും ഡൈനിങ് റൂമിൻ്റെ ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ദിവ്യയോട് റാണി പറയുകയാണ്, കുട്ടിക്ക് ഭക്ഷണമെല്ലാം തന്നെ ഞങ്ങൾ കൊടുത്തോളാം, നീ എന്തായാലും റൂമിൽ പോയിട്ട് കിടന്നുറങ്ങിക്കോ എന്ന്. ദിവ്യയ്ക്ക് ചെറിയൊരു തലവേദനയും ആ സമയത്ത് ഉണ്ടായിരുന്നു. ദിവ്യ നേരെ കൈയെല്ലാം തന്നെ കഴുകി ബെഡ്റൂമിനുള്ളിൽ പോയിട്ട് കിടന്നുറങ്ങാനായിട്ട് ആരംഭിച്ചു. കുറച്ച് സമയം കഴിഞ്ഞതും പെട്ടെന്ന് വാതിൽ ലോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടിട്ടാണ് ദിവ്യ കണ്ണു തുറക്കുന്നത്. ചേരൻ്റെ ബന്ധുക്കളായിട്ടുള്ള 2 യുവാക്കൾ ആ റൂമിനകത്തേക്ക് കടന്നിരിക്കുന്നു. എന്താണ് ഇവർ 2 പേരും ഈ റൂമിനുള്ളിൽ ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് ദിവ്യ അവരോട് തന്നെ ചോദിച്ചു. അവർ മറുപടി ഒന്നും പറയാതെ വേഗം ദിവ്യയുടെ അരികിലേക്ക് വന്നിട്ട് അതിലെ ഒരാൾ ദിവ്യയുടെ കഴുത്തിൽ അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. ദിവ്യ വല്ലാതെ പെടഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ ദിവ്യയുടെ 2 കൈയിലും ചേർത്തി അമർത്തി പിടിക്കുകയാണ്, ദിവ്യയുടെ മേലെ കയറി ഇരുന്നിട്ട്. അങ്ങനെ കുറേ സമയം കഴുത്തിൽ പിടിച്ച് ഞെരിച്ചുകൊണ്ടേയിരുന്നു, കയ്യിൽ പിടിച്ച് അമർത്തിക്കൊണ്ടേയിരുന്നു. ദിവ്യ മരിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന തലയണയെടുത്ത് ദിവ്യയുടെ മുഖത്തായിട്ട് ഇങ്ങനെ അമർത്തി പിടിച്ച് ദിവ്യയെ
അതിക്രൂരമായിട്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ദിവ്യ മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം ആ റൂം എല്ലാം തന്നെ വൃത്തിയാക്കിയിട്ട് ആർക്കും യാതൊരു സംശയവും തോന്നാതെ ഈ പറഞ്ഞ പോലെ ദിവ്യയ്ക്ക് ഒരു വയ്യായിക വന്നു, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണ് എന്ന രീതിയിൽ ഒരു കഥയൊക്കെ അവിടെ നിന്ന് മെനയുകയും ചെയ്തു. ആ കഥയുടെ അടിസ്ഥാനത്തിലാണ് റാണി ദിവ്യയുടെ അച്ഛനെ വിളിച്ചിട്ട് അവൾക്കൊരു അസുഖം വന്നു, അല്ലെങ്കിൽ ഒരു വയ്യായിക വന്നു, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് എന്നൊക്കെ വിളിച്ച് പറയുന്നത്. അവസാനം ഇതൊരു സ്വാഭാവിക മരണമാക്കി തീർക്കാമെന്ന ചേരൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കളുടെയും എല്ലാം തന്നെ ധാരണ തെറ്റി. പോലീസുകാർ തെളിവ് സഹിതം 5 പേരെയും അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി എന്നേ ഉള്ളൂ. ഇവർക്ക് ശിക്ഷ ഇപ്പോഴും ലഭിച്ചിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് ആദ്യം ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ദിവ്യയുടെ വീട്ടുകാരെ ആദ്യം ശിക്ഷിക്കുക. അതിനുശേഷം ഈ പറയുന്ന ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും തൂക്കിക്കൊല്ലുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കാരണം സ്വന്തം മകൾ ഇത്തരത്തിലൊരു നരകതുല്യമായിട്ടുള്ളൊരു ജീവിതം നയിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും വീണ്ടും ആ നരകത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ടേയിരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? 22 വയസ്സായി എന്ന് പറഞ്ഞിട്ട് മകളല്ലാതിരിക്കുമോ? ഒരുപാട് പണം കൊടുത്തു, സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചയച്ചു എന്ന് പറഞ്ഞിട്ട് മകളല്ലാണ്ടാവുമോ? എന്തിനാണ് ഇത്രയും പണം കൊടുത്ത്, എന്തിനാണ് ഇത്ര സ്ത്രീധനം കൊടുക്കുന്നത്, എന്തിനാണ് സ്ത്രീധനം തന്നെ കൊടുക്കുന്നത്? സ്വന്തം മക്കളല്ലേ, ഇതുപോലുള്ള ക്രൂരത ചെയ്യാൻ പറ്റുമോ? ദിവ്യ ഇങ്ങനെ അതിക്രൂരമായിട്ട് കൊല്ലപ്പെടാനുള്ളതിൻ്റെ കാരണം ദിവ്യയുടെ അച്ഛനും അമ്മയും ചേട്ടനുമാണ് എന്നേ ഞാൻ പറയുള്ളൂ. അത്രയും വലിയൊരു ക്രൂരതയാണ് അവരവരുടെ ചോരയോട് ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.